ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീക്കിലി അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ മന്തും ആരംഭിച്ചു. പ്രൈസ് ഒരു ബുള്ളിഷിലേക്ക് തന്നെയാണ് പ്രൈസ് ഓപ്പൺ ചെയ്തത് അല്ലേ. ഏകദേശം 850 ആ ഒരു റേഞ്ചിൽ പ്രൈസ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം പ്രൈസ് ഇപ്പോൾ ഒരു 4000 ബ്രേക്ക് ചെയ്ത് പ്രൈസ് നിൽക്കണേണ്. ഇപ്പോൾ 4060 വരെ പ്രൈസും പോയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഈ വീക്ക് എന്താണ് സംഭവിച്ചത്. ഈ വീക്ക് ബുള്ളിഷിൽ തന്നെയാണ് ഈ വീക്കും പ്രൈസ് മൂവ് ചെയ്തേക്കുന്നത് അല്ലേ. പ്രൈസ് ബുള്ളിഷിലേക്ക് പോയി, പക്ഷേ 4000 നിന്ന് പ്രൈസ് അതിന് ശേഷം പ്രൈസ് ഒരു ബിയറിഷിലേക്കൊക്കെ വന്നായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം വീക്കിൻ്റെ നോക്കിക്കഴിയുമ്പോഴത്തേക്കും ഈ കഴിഞ്ഞ ആഴ്ച 3884 മേലെ ഓപ്പൺ ചെയ്തു. അത് 80 ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം 4030 വരെ പ്രൈസ് പോകാം. 4030 ബ്രേക്ക് ചെയ്ത് 4060. അപ്പോൾ നല്ലൊരു ബുള്ളിഷായിരുന്നു. 4030 ബ്രേക്ക് ചെയ്ത് 4060 പ്രൈസ് പോയത്. നമുക്ക് ഡേയിൽ എന്ത് സംഭവിച്ചെന്ന് നോക്കാം. പ്രൈസ് ബുള്ളിഷ് തന്നെയാണ്, നല്ല ബുള്ളിഷിൽ തന്നെയാണ്. നമുക്ക് മൺഡേ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മൺഡേ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ പ്രൈസ് ഈ ഒരു ഗ്യാപ്പ് ഈ ഒരു നല്ല ബുള്ളിഷിൽ തന്നെയാണ്. ഒരു പുൾ ബാക്ക് പോലും വരാതെ നല്ല ബുള്ളിഷിലാണ് മൂവ് ചെയ്തത്. അതിനുശേഷം പ്രൈസ് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ ഒരു ക്യാൻഡിൽ പ്രൈസ് ഒരു ദിവസം ബിയറിഷിലേക്ക് എന്താണ് റീസൺ നമുക്ക് 4 ഹവറിലേക്ക് വരുമ്പോൾ 4 ഹവറിൻ്റെ ഐഡിയ എടുത്തത് നല്ലൊരു കാര്യമാണ്. 4 ഹവറിൻ്റെ ഐഡിയ ഒന്നും എടുക്കാതെയാണ് പ്രൈസ് കുറച്ച് ആളായിട്ട് പ്രൈസ് മൂവ് ചെയ്തത് അല്ലേ. 4 ഹവറിൻ്റെ ഡിസിഷൻ ഓബി വരുന്നുണ്ട്. എങ്ങാനും ഈ വീക്ക് നിങ്ങൾക്ക് ഈ ഒരു ഓബിയിൽ തന്നെ നിങ്ങൾക്ക് ലോങ് ടൈം ബൈ തന്നെ നോക്കാം. ഞാൻ ബിയറിഷായെന്ന് ഞാൻ പറയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പുൾ ബാക്ക് ഒരു ദിവസം $100 ഡൗൺ വന്നു. ഞാൻ ഏകദേശം പ്രതീക്ഷിച്ചത് തന്നെയാണ്. എനിക്കിത് കാണുമ്പോൾ വലിയ സംഭവം തോന്നാറില്ല. ഇതിനപ്പുറം നമ്മൾ കണ്ട് എക്സ്പീരിയൻസ്ഡ് ആയതാണ് നമ്മുടെ എക്സ്പീരിയൻസിൻ്റെ ഗുണം. അപ്പോൾ നമ്മളത് എല്ലാ എക്സ്പീരിയൻസും നമ്മൾ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു ട്രേഡ് എടുക്കുമ്പോൾ ആ ട്രേഡിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കുള്ളൂ. അല്ലാതെ എൻ്റെ ലോസോ അല്ലെങ്കിൽ എനിക്ക് പ്രോഫിറ്റോ കിട്ടിയതല്ല. അതൊക്കെ എങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും, ആ മൂവ്മെൻറ്റ്സ് എനിക്ക് കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുമോ, അത് എവിടം വരെ ഉണ്ടാവും, ഇതൊക്കെയാണ് ഞാൻ അതിൽ മെയിനായിട്ട് നോക്കണം. അല്ലാതെ എനിക്ക് കിട്ടിയ പ്രോഫിറ്റിലേക്കോ അല്ലെങ്കിൽ എനിക്കുണ്ടായ ലോസിലേക്കോ അല്ലെങ്കിൽ എനിക്ക് നേരത്തെ ഉണ്ടായ ലോസിലേക്കോ ഇതിലൊന്നുമല്ല ഞാൻ നോക്കുന്നത്. എൻ്റെ മെയിൻ ശ്രദ്ധ ഇതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രോഫിറ്റ് ആവശ്യത്തിൽ കൂടുതൽ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് 4 ഹവറിന് നോക്കി 4 ഹവറിൻ്റെ ഐഡിയ എടുത്ത പ്രൈസ് ആ ഒരു പൊസിഷനിൽ നിന്ന് തന്നെയാണ് റിയാക്ട് ചെയ്തത്. 1 ഹവറിൽ വരികയാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 1 ഹവറിൻ്റെ ഒരു OBയിലാണ് വന്നത്. നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞതാണ്, ഈ OBയിൽ നിന്ന് നമുക്ക് ട്രേഡ് എടുക്കാമെന്ന്. പക്ഷേ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ OBയുടെ തൊട്ട് മുകളിൽ നിന്ന് പ്രൈസ് റിയാക്ട് ചെയ്ത് ഏകദേശം ഒരു 90% വരെ പ്രൈസ് മൂവ്. പക്ഷേ ഈ ഹൈ എടുത്തില്ല. അപ്പോൾ ഈ ഹൈ സ്ട്രോങ് ആയെന്ന് തന്നെയാണ് അതിനർത്ഥം. ഇച്ചിരി നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ പ്രൈസ് ഈ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രൈസ് നേരെ താഴേക്ക് വന്ന് എന്ത് സംഭവിച്ചു, നമുക്ക് ഈ OBയിൽ നിന്ന് റിയാക്ട് ചെയ്ത് ചിലപ്പോൾ ഫെയിലാകാമെന്നാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ചിലപ്പോൾ ഈ ഹൈയിലേക്ക് എത്താനുള്ള സാധ്യത പറഞ്ഞില്ല, ഫെയിലാകും. പക്ഷേ പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു എൻട്രി എടുക്കേണ്ടി വന്നില്ല. നേരെ ഈ ഒരു OBയിൽ വന്ന സമയത്താണ് ഞാൻ എൻട്രി എടുക്കാനായിട്ട് നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഈ ഒരു പ്രൈസ് ഇവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു നമുക്കൊരു 50 മിനിറ്റിൻ്റെ OB ഉണ്ട്, അല്ലെങ്കിൽ 50 മിനിറ്റിൻ്റെ ഐഡിയ എടുത്തിട്ട് പ്രൈസ് അവിടെ നിന്ന് റിയാക്ട് ചെയ്യുക. പ്രീവിയസ് ലോയൊക്കെ തന്നെ ഫസ്റ്റ് ടാർഗറ്റ് ചെയ്യാൻ പറഞ്ഞു. എനിക്ക് ഏകദേശം ഉറപ്പായിരുന്നു ഈ ഒരു പ്രൈസ് ഈ ഒരു ബിയറിഷിലേക്ക് പോകുന്നത്. എനിക്ക് കഴിഞ്ഞ ആഴ്ചയിൽ കിട്ടിയ ഏറ്റവും ബെസ്റ്റ് സെല്ലാണിത്. പക്ഷേ ഏറ്റവും ഒരുപാട് നല്ല ബൈകൾ ഉണ്ടായിരുന്നതാണ് ഈ ബൈ ഒക്കെ നമുക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ സെല്ല് ഇച്ചിരി ഡേഞ്ചറസ് ആണ്. എന്താണെന്ന് വെച്ചാൽ പ്രൈസ് ബുള്ളിഷിൽ തന്നെ ഇരിക്കണതുകൊണ്ട് ഏകദേശം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഒരു ഉറപ്പുള്ള സെല്ലായിരുന്നു. അതുകൊണ്ടാണ് എടുക്കണമെങ്കിൽ എടുക്കാമെന്ന് തന്നെ ഞാൻ പറഞ്ഞു. അത് ഞാൻ എടുക്കുന്നുണ്ട്. എൻ്റെ ഹിസ്റ്ററിയിൽ നിങ്ങളത് കാണുമ്പോൾ എടുക്കരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ എടുക്കുമ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് ഞാൻ ഈ സെല്ല് എടുക്കാമെന്ന് ഉദ്ദേശിച്ചത് കൊണ്ട് തന്നെ നിങ്ങളോട് പറഞ്ഞ് സെല്ല് എടുക്കാം. പക്ഷേ ഇത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, ലോങ് ടൈം ഹോൾഡ് ചെയ്തതെന്ന് വെച്ചാൽ കുറേ ആളുകൾ കറക്റ്റായിട്ട് ട്രെൻഡിനനുസരിച്ച് തന്നെ പിടിക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാർ സെല്ല് കിട്ടുമോ എപ്പോൾ ബിയർഷാവും നോക്കി നിൽക്കുന്നവരുണ്ട്. പക്ഷേ അവരോട് എനിക്ക് പറയാമെന്ന് വെച്ചാൽ പ്രൈസ് നല്ല ബുള്ളിഷാണ്, എക്സ്ട്രാ ഓർഡിനറി ബുള്ളിഷാണ്. ബൈ എടുക്കുന്ന എല്ലാം നമുക്ക് പ്രോഫിറ്റാണ് കിട്ടുന്നത്. പ്രോഫിറ്റും അതേപോലെ ഓൾ ടൈം ഹൈയിലേക്ക് അതേപോലെ നമ്മൾ ട്രേഡുകൾ വെക്കുന്നുണ്ട്. നമുക്ക് നല്ല പ്രോഫിറ്റ് കിട്ടി നമ്മൾ മാറുന്നുണ്ട്. അപ്പോൾ അത് മെയിനായിട്ട് നോക്കുക. ഈ സെല്ല് കിട്ടിയില്ല എന്നും പറഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. നമുക്ക് ഇനി കിട്ടാവും. നമ്മളിതൊക്കെ മനസ്സിലാക്കുക, എങ്ങനെ ഈ സെല്ല് ഇവിടെ നിന്ന് വന്നു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഈ സെല്ല് കിട്ടിയില്ലല്ലോ എന്ന് നമ്മൾ വിഷമിക്കുക ഒന്നും ചെയ്യേണ്ട. ഒരു എൻട്രി കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും നടക്കുന്നത്. പക്ഷേ ആ എൻട്രിയിൽ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കി അടുത്ത എൻട്രിയിൽ അത് യൂസ് ചെയ്യുമ്പോഴാണ്, അടുത്തതോ പിന്നത്തോ നമ്മൾ എടുക്കുന്ന ഒരു എൻട്രിയിൽ അത് യൂസ് ചെയ്യുമ്പോഴാണ് നമ്മളൊരു പ്രൊഫഷണൽ ട്രേഡർ ആകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു 1 ഹവറിൻ്റെ OBയിൽ പ്രൈസ് വന്ന് റിയാക്ട് ചെയ്ത് നമുക്ക് നല്ല എൻട്രി കിട്ടി. പക്ഷേ നമുക്ക് ആദ്യം തന്നെ പ്രൈസ് എന്ത് ചെയ്തു, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഇവിടെ പ്രൈസ് നല്ല രീതിയിലാണ് വീണത്. അപ്പോൾ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് പ്രൈസ് വന്ന് എടുക്കുകയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ വലിയ ന്യൂസോ കാര്യങ്ങളൊന്നും ഇല്ല. ഇൻസ്റ്റിറ്റ്യൂഷൻ നല്ല രീതിയിൽ ഡ്രോപ്പ് ഔട്ട് ആക്കിയതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മൂവ്മെൻറ്റ്സിൽ തിരിച്ച് ഈ ഒരു ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ബൈ തന്നെയായിരുന്നു. എന്താ വെച്ചാൽ $90 പ്രൈസ് താഴേക്ക് ഇറങ്ങിയിട്ട് ഉറപ്പായിട്ട് ഇനി അതിൽ കൂടുതൽ പ്രൈസ് പോകാൻ പോകുന്നില്ല. ഗ്യാരണ്ടി ബൈ ആയിരുന്നു. വെച്ചാൽ നിങ്ങൾക്ക് നല്ല
ഹൈ റിസ്ക് ഇട്ട് ട്രേഡ് ചെയ്താൽ നല്ല പ്രോഫിറ്റ് കിട്ടാനുള്ള ഒരു ഗ്യാരണ്ടി ബൈ ആയിരുന്നു ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നിങ്ങൾ വെക്കുമ്പോൾ നിങ്ങൾക്ക് ഇതാണെങ്കിലും വെക്കാമായിരുന്നു ഫസ്റ്റ്. കണ്ടോ 980 86 ഈ ഒരു പൊസിഷൻ നിങ്ങൾക്ക് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റ് കിട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള പൊസിഷനിലൊക്കെ നമുക്ക് വീണ്ടും പ്രൈസ് ഇത്രയും മൂവ് ചെയ്തിട്ട് തിരിച്ചു വന്നു. വീണ്ടും പ്രൈസ് എന്ത് ചെയ്തു, ഈ ലിക്വിഡിറ്റി ഇൻറ്റേർണൽ ലിക്വിഡിറ്റി എടുത്ത് ഈ ഹൈക്ക് ഇത് ഇൻറ്റേർണൽ ലിക്വിഡിറ്റി നമുക്ക് ഇൻറ്റേർണൽ സെറ്റപ്പിൽ ഈ എൻട്രി ഫസ്റ്റ് കിട്ടി. സെക്കൻഡ് ഇവിടെ നമുക്ക് ഇൻറ്റേർണൽ കിട്ടിയിട്ടില്ല. അതിനുശേഷം പ്രൈസ് ഈ ഒരു ഇത് എടുത്തിട്ടാണ് പോയത്. അപ്പോൾ ഇൻറ്റേർണൽ കിട്ടി. നെക്സ്റ്റ് ഇവിടെ നിന്ന് പ്രൈസ് കയറിപ്പോയി. പ്രൈസ് ഇനി എങ്ങനെ ഇറങ്ങാം എന്നതാണ് നമ്മൾ നോക്കുന്നത്. ഇറങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും പ്രൈസ് നിങ്ങൾക്ക് സെല്ലിൻ്റെ PO ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സെല്ല് ചെയ്യാം. ഇവിടെ നോക്കിയാൽ നമുക്ക് 50 മിനിറ്റിൻ്റെ ഐഡിയ എടുത്തിട്ടാണ് പ്രൈസ് റിയാക്ട് ചെയ്തത്. തൊട്ട് മുമ്പ് ആ 50 മിനിറ്റിൻ്റെ OB ഫെയിൽ ചെയ്ത് 50 മിനിറ്റ് ഐഡിയ എടുത്തിട്ടാണ് പ്രൈസ് ആ പൊസിഷനിൽ നിന്നാണ് പ്രൈസ് റിയാക്ട് ചെയ്ത് പോയത്. അപ്പോൾ ഞാനോർത്ത് ഇനിയും പ്രൈസ് പോകുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ആ എൻട്രി ഏകദേശം ഇവിടെയൊക്കെ തന്നെ ഞാൻ ക്ലോസ് ചെയ്ത് കളഞ്ഞാൽ എനിക്ക് തിരിച്ച് കയറാമെന്ന് വെച്ചാൽ അത്രയും 1 അവറിൻ്റെ OB അത്രയും സ്ട്രോങ് ആണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്ന മിക്കവാറും ഈ ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്ത് നെക്സ്റ്റ് ഡേ ഒരു ഓൾട്ടേ ഹൈ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യത, നെക്സ്റ്റ് വീക്കിൽ ഒരു ഓൾട്ടേ ഹൈ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു സെല്ല് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെല്ല് എടുക്കുക, പ്രീവിയസ് ലോയൊക്കെ തന്നെ ടാർഗറ്റ് ചെയ്യുക. നിങ്ങൾ ഹോൾഡ് ചെയ്യണമെങ്കിൽ ബ്രേക്ക് ചെയ്യുന്നൊക്കെ വെച്ചിട്ട് കറക്റ്റായിട്ട്, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കണമെങ്കിൽ റിസ്ക് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം സ്റ്റോപ്പ് ലോസ് വെക്കാനായിട്ട്. ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങാം, അല്ലെങ്കിൽ തിരിച്ച് കയറാം. എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് ചിലപ്പോൾ ഇത് റിയാക്ട് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബൈയിങ് പ്രഷർ തന്നെയാണെങ്കിൽ വീണ്ടും ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യാം. പ്രൈസ് ബുള്ളിഷിൽ തന്നെയാണ്, ബൈ എൻട്രിയാണ് മെയിനായിട്ട് നോക്കേണ്ട. സെല്ല് ആകെ ഞാൻ പറയുന്ന ഈ ഒരു പൊസിഷൻ മാത്രം. പക്ഷേ ഇവിടുന്ന് പ്രൈസ് സെല്ല് ചെയ്ത് വീണ്ടും പുതിയ ബ്രേക്ക് ഓഫ് പ്രഷർ ഉണ്ടാക്കിയാൽ നമുക്ക് 1 അവറിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് സെല്ലിലേക്കും ബൈയിലേക്കും നോക്കാം. അപ്പോഴും നമുക്ക് 50-50 ആണ് നമ്മൾ നോക്കേണ്ടത്. എങ്ങാനും മാറുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത്, അല്ലാതെ നമ്മളൊരു 80% അല്ലെങ്കിൽ 90% ബൈ സൈഡ് തന്നെയാണ് ഗോൾഡിൽ നിൽക്കുന്നത്. നിങ്ങൾക്ക് കിട്ടുന്ന ഇതേപോലെ ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ആണെന്നുണ്ടെങ്കിലും, അതേപോലെ തന്നെ നിങ്ങൾക്കൊരു ഓർഡർ ഫ്ലോ കിട്ടുന്നതാണെങ്കിലും, അതേപോലെ ലിക്വിഡിറ്റി POA സെക്ഷൻ പ്രീവിയസ് ഡേയുടെയൊക്കെ ലോ എടുക്കുമ്പോഴുള്ള ബൈ ആണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ആ എൻട്രിയിൽ കയറുക. പക്ഷേ നിങ്ങൾ ഏത് എൻട്രി സെറ്റപ്പിലാണോ കയറിയിരിക്കണം അതിൻ്റെ ടാർഗറ്റ് തന്നെ നിങ്ങൾ വെക്കണം. അല്ലാതെ നിങ്ങൾ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യുന്നതാണ്. ഓൾ ടൈം ഹൈ ഇനി ഹിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു ട്രേഡ് കിട്ടണമെങ്കിൽ വീണ്ടും ഒരു ഓൾ ടൈം ഹൈയുടെയൊക്കെ നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിൽക്കുന്ന പൊസിഷനിൽ വെറുതെ ബ്രേക്ക് ചെയ്യുമ്പോൾ വെച്ച് വലിയ വലിയ ടാർഗറ്റുകൾ ഹോൾഡ് ചെയ്യരുതെന്നേ ഞാൻ പറയുള്ളൂ. പ്രൈസ് നല്ല ബുള്ളിഷിൽ തന്നെ ഇനിയും നല്ല ബുള്ളിഷിലേക്ക് പോകും. എനിക്ക് തോന്നുന്നത് ഗോൾഡ് ഇനി ഒരു 4000 റേഞ്ച് ബ്രേക്ക് ചെയ്ത് ഇനി ഒരു 4300 ഒക്കെ വരെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 4200 300 വരെയൊക്കെ പോയി കഴിഞ്ഞാൽ 4300 ആ റേഞ്ചിൽ നിൽക്കാം. അപ്പോൾ ആ ഒരു റേഞ്ചിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നല്ല ബുള്ളിഷിൽ തന്നെ കുറേ നാൾ ആ ഒരു പൊസിഷനിൽ തന്നെ നിൽക്കണമെങ്കിൽ അത് ഇച്ചിരി സ്ട്രോങ് ഏരിയ ആയിട്ട് മാറും. അല്ല അതിൽ നിന്ന് ഈ 4000 നിന്ന് പ്രൈസ് വീണ് താഴേക്ക് വരികയാണെങ്കിൽ ഒരു 3500 3600 4000 3500 ഈ ഒരു റേഞ്ചിലായിരിക്കും പ്രൈസ് നിൽക്കുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. ബൈ എൻട്രികൾ മാത്രം നോക്കാം. ഇതൊക്കെ ഭാവിയിൽ പ്രൈസ് നല്ല രീതിയിൽ ഇടിഞ്ഞ് വരുമ്പോഴൊക്കെ നമുക്ക് നോക്കാവുന്ന ഒരു പൊസിഷനാണ്. നമുക്ക് ബ്രിട്ടീഷ് പൗണ്ട് നോക്കാം. ഈ മാസം ബിയറിഷാണ്. വീക്ക് നോക്കിക്കഴിയുമ്പോൾ ഈ ആഴ്ച ഒരു ബിയറിഷ് സെറ്റപ്പിലാണ് പ്രൈസ് മൂവ് ചെയ്തേക്കുന്നത്. നമുക്ക് നേരെ ഡേയിലേക്ക് വരാം. ഡേയുടെ ഈ ഒരു എൻട്രി സെറ്റപ്പ് ഇപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 80% പ്രൈസ് മൂവ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് ഈ ലോ ഒക്കെയായിരിക്കും പ്രൈസ് ബ്രേക്ക് ചെയ്താൽ പോകണം. അതിന് മുമ്പ് ചിലപ്പോൾ ഈ ഒരു വിക്കോബി ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്ത് ഫെയിലാകാനുള്ള സാധ്യതയും അവിടെ കൂടുതലാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ എടുത്ത എൻട്രി നല്ലൊരു റിയാക്ഷൻ നമുക്ക് തന്നു. നമുക്കിവിടെ 4 അവറിൻ്റെ നമുക്ക് കണ്ടിന്യൂഷൻ നമുക്ക് കിട്ടിയത് 4 അവറിൻ്റെ OBയിൽ പ്രൈസ് വന്നിട്ട് മൂവ് ചെയ്തു. നെക്സ്റ്റ് കണ്ടോ, ഇനിയിപ്പോൾ നമുക്ക് 4 അവറിൻ്റെ നെക്സ്റ്റ് ഈ OBയിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെല്ല് നോക്കാം, അല്ലെങ്കിൽ ഈ OBയിലോ നിങ്ങൾക്ക് ഇവിടെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെല്ല് നോക്കാം. പക്ഷേ ഇനി നിങ്ങളുടെ ഇവിടെ ഈ ലോയിലേക്ക് എടുക്കുന്ന സെല്ല് ഈ ലോയിലേക്ക് ഒരിക്കലും ടാർഗറ്റ് ചെയ്യരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഇനി കയറി ചിലപ്പോൾ ഇൻറ്റേർണലൊക്കെ എടുത്ത് കയറാനുള്ള സാധ്യത വരെയുണ്ട്. ഏകദേശം പ്രൈസ് 80% മൂവ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇനി എങ്ങാനും കയറി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് ഫെയിൽ ചെയ്ത് പോകും. പക്ഷെ ഇനി എങ്ങാനും കയറി വന്നു കഴിഞ്ഞാൽ നല്ല കയറ്റം കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പരമാവധി നല്ലൊരു ബൈയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ പരമാവധി നല്ല സെല്ലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. ഇപ്പോൾ ഓൾറെഡി 1 അവറിൻ്റെ ഒരു സെല്ലിംഗ് പൊസിഷനിൽ നിൽക്കുന്നതാണ്. ചിലപ്പോൾ ഇവിടെ നിന്ന് തന്നെ മണ്ടേ ഇറങ്ങിപ്പോവുക, അല്ല കയറി വരികയാണെങ്കിൽ ഈ ഒരു പൊസിഷനിൽ നമുക്കൊരു സെല്ല് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ യൂറോ ഹിസ്റ്ററിയിലേക്ക് വരാം. യൂറോ ഹിസ്റ്ററിയിൽ നമുക്ക് കഴിഞ്ഞ ആഴ്ച ഒരു ബൈ ഉണ്ടായിരുന്നു. പക്ഷേ ആ ബൈ ഓൾറെഡി ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്ത് ഫെയിലാകുകയാണ് ചെയ്തത്. നമുക്ക് മന്ത് ബിയറിഷാണ്, വീക്ക് ബിയറിഷാണ്, ഡേ ഒരു ദിവസം മാത്രമാണ് ബുള്ളിഷ്. ബാക്കി 4 ദിവസവും പ്രൈസ് ബിയറിഷിലേക്കാണ് മൂവ് ചെയ്തേക്കുന്നത്. നമ്മളിവിടെയാണ് പ്രൈസ് ഒരു എൻട്രി നമ്മൾ നോക്കിയത്. നമുക്ക് 4 അവറിൻ്റെ OBയുടെ എൻട്രി ആയിരുന്നു. 4 അവറിൻ്റെ OBയിൽ നമ്മൾ ഈ ഒരു ബൈ എടുത്ത് പക്ഷേ ഫസ്റ്റ് ടാർഗറ്റൊക്കെ നമുക്ക് ഹിറ്റ് ചെയ്തു. അതിന് ശേഷം വന്ന് ബ്രേക്ക് ഈവൻ അടിച്ച് പ്രൈസ് താഴേക്ക് പോവുകയാണ് നമുക്ക് ചെയ്തത്. ആ ഒരു OB ഫെയിലായിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ബൈ പൊസിഷൻ ഇതായിരിക്കും വരുന്നത്. അല്ല വീക്കിൻ്റെയും മന്തിൻ്റെയൊക്കെ ലോ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സെറ്റപ്പിൽ നോക്കാം. നമുക്ക്
1 അവറിൻ്റെ നോക്കും, 1 അവറിൻ്റെയൊക്കെ OB ഓർഡർ ഫ്ലോ ഒക്കെ ഈ ഒരു പൊസിഷനിലാണ് അവിടെയൊക്കെ. പക്ഷേ ഞാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ബിയറിഷ് ട്രെൻഡ് ഇതിൽ കാണുന്നുണ്ട് അല്ലേ, നല്ലൊരു ബിയറിഷ് ട്രെൻഡ് നമ്മളിതിൽ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ട്രെൻഡ് പരമാവധി പിടിക്കാൻ നോക്കുക. ബൈ സെറ്റപ്പ് കിട്ടുന്നതൊക്കെ പ്രീവിയസ് ഹൈയും ലോയൊക്കെ തന്നെ പ്രീവിയസ് ഹൈ ഒക്കെ തന്നെ ടാർഗറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ശരിക്കും പറഞ്ഞാൽ വളരെ സിമ്പിൾ എൻട്രികളാണ് ഇതിലെല്ലാം വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഓസ്ട്രേലിയൻ ഡോളറിലേക്ക് നോക്കാം. ഈ ഗോൾഡിൽ വന്ന ആ ഒരു മൂവ്മെൻറ്റ്സ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ കറൻസികളിലും ആ ഒരു ബിയറിഷിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ്സ് ആ സമയത്ത് ഉണ്ടായിരുന്നു. ഓസ്ട്രേലിയൻ ഡോളറിൽ നോക്കാം നല്ലൊരു ബിയറിഷ് ക്യാൻഡിൽ നമുക്ക് വന്നിട്ടുണ്ടല്ലേ. വീക്കിൻ്റെയൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഇടക്ക് വന്ന ക്യാൻഡിലിന് വെച്ച് ഏറ്റവും വലിയ ക്യാൻഡിലാണ് വീക്കിൽ ബിയറിഷിലേക്ക് വന്നിരിക്കുന്നത്. ഡേയിൽ നോക്കുമ്പോൾ ഇത്രയും ഡേയുടെ ക്യാൻഡിൽ വെച്ച് നോക്കുമ്പോൾ ഇതിനേക്കാളും വലിയ ക്യാൻഡിലാണ് ഇവിടെ വന്നേക്കുക. അപ്പോൾ കുറേ നാളത്തതിന് ശേഷം ഉണ്ടായിരുന്ന ഏറ്റവും നല്ലൊരു ബിയറിഷ് ക്യാൻഡിലാണ് കണ്ടോ. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ നോക്കിയേ, ഫസ്റ്റ് ഒരു ഹൈ, വീണ്ടും ഹൈ, നല്ലൊരു ബിയറിഷ്, വീണ്ടും അതേ സംഭവം, ഫസ്റ്റ് ഹൈ, സെക്കൻഡ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനെ ബ്രേക്ക് ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. വീണ്ടും ആ ഒരു അതേ പൊസിഷനിൽ തന്നെ ആ ലോ ബ്രേക്ക് ചെയ്യണം കേട്ടോ. ആ ലോ ബ്രേക്ക് ചെയ്തേക്കുന്നത് ഒരു ബോഡി. അപ്പോൾ ഏകദേശം അതേ സ്ട്രക്ചർ തന്നെയാണ് പ്രൈസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ സ്ട്രക്ചറൊക്കെ നിങ്ങൾ പരമാവധി കോപ്പി ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ സ്ട്രക്ചർ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ഏറ്റവും ബെസ്റ്റ് ബൈ ആണ് ഈ നിൽക്കുന്നത്. നിങ്ങൾക്ക് ലോങ് ടൈം ബൈ ചെയ്യാവുന്നതാണ്. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പൊക്കെ പ്രൈസ് എടുത്തിട്ടായിരിക്കും പിന്നെ പ്രൈസ് ഒന്ന് ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ബൈ സെറ്റപ്പുകൾ പരമാവധി യൂസ് ചെയ്യുക. അതേപോലെ ഇവിടെ ഉണ്ട് ഡേയുടെ തന്നെ 4 അവറിൽ OB ഉണ്ട്. നമുക്ക് 1 അവറിൽ നോക്കണമെങ്കിൽ 1 അവറിൽ പ്രൈസ് ബിയറിഷിലേക്കായി എങ്ങാനും ആ OBയിലേക്ക് വന്നേന്ന് പ്രൈസ് ഒരു പുൾ ബാക്ക് എടുക്കണമെങ്കിൽ 1 അവറിൻ്റെ ഐഡിയ 1 അവറിൻ്റെ OBയിലൊക്കെ പ്രൈസ് ഡിസിഷൻ OB ഒക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്കൊക്കെ സെല്ല് ഈ ഒരു പൊസിഷൻ വരെയൊക്കെ നിങ്ങൾക്ക് സെല്ല് നോക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് ഇത്രയുമേ പറയാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ സൂക്ഷിച്ചും ശ്രദ്ധിച്ചൊക്കെ ട്രേഡ് എടുക്കുക, നല്ലൊരു ട്രേഡിംഗ് ജേണൽ എഴുതുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിലോ വാട്സാപ്പ് നമ്പറിലോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ കമൻറ്റ് ബോക്സിലോ കമൻറ്റ് ചെയ്യാവുന്നതാണ്. വാട്സാപ്പ് നമ്പറിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് നല്ല റിപ്ലൈ തരാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, ഇപ്പോൾ എൻ്റെ സ്റ്റുഡൻസ് അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. എനിക്ക് ക്ലിയർ ചെയ്ത് തരാൻ പറ്റുന്ന എല്ലാ ഡൗട്ടുകളും ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീക്ക് ഒരിക്കൽ കൂടി നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.